140 MLA-മാരുണ്ട്. അതിനകത്ത് 98 പേര് പറയായിരുന്നു നമുക്ക് ഭരണമില്ല, അപ്പൊ നമ്മൾ പറയുന്നൊന്നും ഇവിടെ നടക്കില്ല എന്ന ഒരു എക്സ്ക്യൂസ് പറയാം. പക്ഷെ ഇതല്ല, ഭരണം അവരുടെ കയ്യിലാണ്. അവർ വിചാരിച്ചാൽ ഇവിടെ എന്തും നടക്കും എന്നുള്ളിടത്താണ് ഈ ഒരു പ്രശ്നം നിസ്സാരമാണ്. പക്ഷെ അത് ഗുരുതരമായ ഒരു കാര്യമാണ്. കാരണം മാലിന്യം പുറന്തള്ളുക എന്ന് പറയുമ്പോൾ അത് അവിടെയുള്ള ജീവിതങ്ങളെ ബാധിക്കുകയാണ്. കൊച്ചുകുട്ടികൾ മുതൽ അവിടെ ഉണ്ടാവും. അവരുടെ എല്ലാം ആരോഗ്യപരമായി അത് ബാധിക്കില്ലേ? അപ്പൊ അത് അത്രയും എമർജൻസി ആയിട്ട് പരിഗണിക്കേണ്ടിയിരുന്ന ഒരു പ്രശ്നത്തെയാണ് അലക്ഷ്യമായിട്ട്, അതായത് പാവപ്പെട്ടവർ എന്ന് പറയുമ്പോൾ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡിന് കിട്ടിയ ഒരു തിരിച്ചടിയാണ് ഈ ജനങ്ങളുടെ ഈ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞു വന്നത്. ഈ 98 MLA-മാര് ഭരണപക്ഷത്തും ബാക്കി 42 MLA-മാര് പ്രതിപക്ഷത്തുമാണ് ഉള്ളത്. അതിനകത്ത് ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു ഭരണപക്ഷ MLA-ക്കെതിരെയാണ് വലിയ രീതിയിൽ ഒരു ജനവികാരം ഉണ്ടാവുകയും അത് കയ്യേറ്റ ശ്രമത്തിലേക്ക്, കയ്യാങ്കളിയിലേക്ക് എത്തുന്ന തരത്തിലേക്കും പോയത്. മറുവശത്തുള്ള പ്രതിപക്ഷത്ത് കഴിഞ്ഞ 10 വർഷമായിട്ടിരിക്കുന്ന ഒരു MLA-ക്കെതിരെ പോലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അവരുടെ മണ്ഡലത്തിൽ, അല്ലേ? നമ്മൾ ഇതുവരെ അത്തരം ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടില്ല. എന്തെങ്കിലും ജനവിഷയത്തിൽ ഇടപെടാതിരിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ ജനങ്ങളുടെ രോഷത്തിന് പാത്രമാവുകയോ ചെയ്ത ഒരു MLA-യുടെ പേര് പോലും നമ്മൾ പ്രതിപക്ഷത്തെ കേട്ടില്ല. മറുവശത്ത് ഇപ്പോൾ ഭരണപക്ഷത്തെ ഒരു MLA-ആണ്. കണ്ണൂർ പോലുള്ള ഒരു ജില്ലയിലെ ഒരു മണ്ഡലമാണ് കൂത്തുപറമ്പ്. അവിടെ CPM-നൊക്കെ തന്നെ ആധിപത്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ ഒരു ഭരണപക്ഷ MLA-ക്ക് ഇത്തരത്തിലൊരു സ്ഥിതി വരുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം പരിതാപകരമായ ഒരു അവസ്ഥയാണ്.